എല്ലാവർക്കും നമസ്കാരം. ഈ ചടങ്ങിൻ്റെ ബഹുമാന്യരായിട്ടുള്ള അധ്യക്ഷൻ നൗഫുൽ ബഷീർ, സ്വാഗത പറഞ്ഞ സുദീൻ സലാഹി, വൈസ് പ്രസിഡന്റ് ISM കേരള, ആശംസകൾ നേർന്ന് വേദിയിൽ സംസാരിക്കുന്ന ശ്രീ PK ഇബ്രാഹാജി, ഡോക്ടർ സുൽഫിഖർ അലി, ഇസ്ഹാഖ് അലി കല്ലിങ്ങണ്ടി, മുഖ്യപ്രഭാഷണം ഇവിടെ നടത്തിയ ഡോക്ടർ അബ്ദുൽ മജീദ്, മുഹമ്മദ് അക്രം ഉൾപ്പെടെ വേദിയിലെ ISMൻ്റെ ബഹുമാന്യരായിട്ടുള്ള അതിൻ്റെ നേതാക്കളെ, ഈ മുഹമ്മദ് നബി മാനവ മൂല്യങ്ങളുടെ നേർസാക്ഷ്യം എന്ന ഈ ക്യാമ്പയിൻ, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഇവിടെ മുഖ്യപ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വന്നത്. അത് തുടർന്നും ഇവിടെ അത്തരം കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ISM സംസ്ഥാന വ്യാപകമായി മുഹമ്മദ് നബിയുടെ പ്രവാചകൻ്റെ മൂല്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ളൊരു പ്രചരണ ക്യാമ്പയിനാണ് തുടക്കം കുറിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായ ഒരു ഇടപെടലാണ് ISMൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ലോകത്തെ തന്നെ ശ്രേഷ്ഠമായ ഗ്രന്ഥങ്ങളിലൊന്നാണ് പരിശുദ്ധ ഖുർആൻ എന്നത്. മാനവ സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു വ്യക്തി പുലർത്തേണ്ട ജീവിത മര്യാദകളെ സംബന്ധിച്ചും ശുചിത്വത്തെ സംബന്ധിച്ചൊക്കെ ഉള്ള വളരെ ശ്രദ്ധേയമായ സന്ദേശങ്ങളാണ് അതിൽ പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത്. മനുഷ്യർക്കിടയിൽ വേർതിരിവിൻ്റെയല്ല, നല്ല സാഹോദര്യ മനോഭാവത്തോടെയുള്ള സൗഹൃദത്തെ, എല്ലാ മനുഷ്യരെയും തുല്യരായി കാണാനും അവരുടെ അവകാശങ്ങളെയും ബഹുമാനിക്കാനും ഒക്കെ പഠിപ്പിക്കുന്ന ലോകത്തിലെ തന്നെ ശ്രേഷ്ഠമായ സന്ദേശമാണ് പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ പൊതുവിൽ അപകടകരമായൊരു സ്ഥിതിയുണ്ട്. ആ സ്ഥിതി ഇന്ത്യ ഭരിക്കുന്നവർ തന്നെ അതിൻ്റെ ജനങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ തന്നെ ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള അപകടകരമായ രീതി നമ്മുടെ നാട്ടിൽ വിശേഷിച്ചിട്ടുണ്ട്. സ്പർദ്ധ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്, വേർതിരിവുകൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാവരെയും ഉൾക്കൊണ്ട് പോവണമെന്ന ഏറ്റവും ശരിയായ ഒരു സന്ദേശത്തെ, എന്നാൽ വിശ്വാസപരമായി പുലർത്തേണ്ട അതിൻ്റെ രീതികളെ സംബന്ധിച്ചും എല്ലാം നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ അത്തരം കാര്യങ്ങൾ അറിയാവുന്നവരാണ്. നിങ്ങൾ ആക്ഷേപിക്കാനും മോശമായി ചിത്രീകരിക്കാനൊക്കെ ഉള്ള വലിയ ശ്രമം നിർഭാഗ്യവശാൽ ഇന്ത്യയെപ്പോലൊരു രാജ്യത്തിൻ്റെ ഒരു സഹിഷ്ണുതയിലൂന്നിയിട്ടുള്ള ജീവിത സംസ്കാരത്തിന് വിരുദ്ധമായി ഇന്നത്തെ സവിശേഷ സാഹചര്യത്തിൽ ഉണ്ടാവുന്നു എന്നത് അപകടകരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന ടോളറൻസ് എന്നാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി നെഹ്റു അവരുടെ പ്രസംഗത്തിലും എഴുത്തിലും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊരു ഭാഷ എന്നത് സഹിഷ്ണുത എന്നതാണ്. ആ സഹിഷ്ണുതാ മനോഭാവത്തോടെ ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കാനല്ല ഇപ്പോൾ ശ്രമിക്കുന്നത്. ഞാൻ പറയുന്നതിനോടോ അല്ലെങ്കിൽ എൻ്റെ വാദത്തോടോ വിയോജിപ്പുള്ളവരുണ്ടാവാം, പക്ഷേ എനിക്ക് കൂടി പറയാനും പ്രവർത്തിക്കാനും ജീവിക്കാനുമുള്ള നാടാണ് ഈ ലോകമെന്ന മര്യാദ പുലർത്തുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യണമെന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ ഒരു സന്ദേശം മുന്നോട്ട് വയ്ക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ടാണ് നെഹ്റു എഴുതിയ പുസ്തകത്തിൻ്റെ പേര് തന്നെ സിന്തസിസ് ഈസ് അവർ ട്രഡീഷൻ എന്നാണ്. വൈവിധ്യതയിൽ ഊന്നിയ ഒരു ജീവിത സംസ്കാരം മുന്നോട്ട് വയ്ക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. എല്ലാവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാനും ആ അഭിപ്രായങ്ങളെയും വിശ്വാസങ്ങളെയും ബഹുമാനിക്കാനും
ഒക്കെ ശീലിക്കുന്നത്. ഞാൻ പറയുന്നതിനോട് യോജിപ്പില്ലെങ്കിലും എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നതിനെ അംഗീകരിക്കുമ്പോഴാണ് അത് വലിയ ജനാധിപത്യത്തിൻ്റെ ഒരു മൂല്യവും തലവുമൊക്കെ ഉണ്ടാകുക. അപ്പോൾ ആശയങ്ങളെയോ സന്ദേശങ്ങളെയോ ഒന്നും ഭയപ്പെടുക എന്നുള്ളതല്ല, അതിനെ ബഹുമാനപുരസ്സരം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനം. ISMൻ്റെ ഒട്ടേറെ ക്യാമ്പയിനുകളിൽ നേരത്തെ പങ്കെടുക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ആധുനിക കാഴ്ചപ്പാടോടുകൂടി സമൂഹത്തിൽ പ്രവാചക സന്ദേശങ്ങളെ വളരെ ഫലപ്രദമായി പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്നതാണ്. ഇന്നത്തെ സമൂഹത്തിൽ വന്നിരിക്കുന്ന ഒരു കച്ചവട മനോഭാവമുണ്ട്, മര്യാദയില്ലാത്ത രീതികളുണ്ട്. കാലം പുരോഗമിക്കുമ്പോൾ തോറും നാം ഉണ്ടാവില്ലെന്ന് കരുതി അപരിഷ്കൃതമായ രീതികളെ നമുക്ക് ചുറ്റുപാടും കാണാൻ കഴിയും. അത്തരം രീതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പ്രവാചക സന്ദേശത്തെ മുൻനിർത്തി അതിൻ്റെ റിയാലിറ്റിയെ സമൂഹത്തിൽ നന്നായി പ്രചരിപ്പിക്കുക, ആ ജീവിതചര്യ തുടരാൻ അല്ലെങ്കിൽ അത് ശീലിക്കാൻ ആളെ പ്രാപ്തരാക്കുക, വഴിവിട്ട് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നൊക്കെ ഉള്ളത് പ്രധാനമായും ഈ ക്യാമ്പയിൻ്റെ ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും സുദീർഘമായി സംസാരിക്കാൻ ഞാനില്ല. നല്ലൊരു പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കാണ് ഞാൻ പ്രധാനമായിട്ട് വരികയും ചെയ്തത്. ഏതായാലും ഈ ക്യാമ്പയിൻ നല്ലതുപോലെ ലോകത്തെ തന്നെ, എനിക്ക് വലിയ അറിവില്ല, പരിമിതമായ അറിവ് സംബന്ധിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചല്ല ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയതിൽ വെച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ലോകത്തിലെ തന്നെ ശ്രദ്ധേയമായ വളരെ കുലീനമായ മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ചൊക്കെ വളരെ പ്രൗഢഗംഭീരമായി പറഞ്ഞിരിക്കുന്നതാണ് പരിശുദ്ധ ഖുർആൻ, പ്രവാചകൻ എന്നുള്ളത്. പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ അത് മാനവരാശിയുടെയും സമൂഹത്തിൻ്റെയും വളർച്ചയിൽ വളരെ, പരിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നതിന് ഞാൻ മനസ്സിലാക്കുന്ന അല്ലയോ ജനങ്ങളെ എന്ന് വിളിച്ചിട്ടാണ്. അത്രമേൽ മാനവലോകത്ത് ഈ സമൂഹത്തിൽ മനുഷ്യർക്കിടയിൽ വിശ്വാസപരമായ ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കാനും ഒക്കെ ശീലിപ്പിക്കുന്ന, പരസ്പരമായ സാഹോദര്യത്തിൻ്റെ തല ഉൽപ്പാദിപ്പിക്കാൻ ശീലിക്കുന്ന അത്തരം വ്യക്തിത്വങ്ങളെപ്പോലും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരിക്കലും ഭൂഷണമായതോ നമുക്ക് ഗുണമായിട്ടുള്ളൊരു കാര്യമോ അല്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ലോകത്തിൻ്റെ തന്നെ വളർച്ചയിൽ വളരെ പ്രധാനമാണ് ഇത്തരം സന്ദേശങ്ങൾ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ അർത്ഥത്തിൽ ഈ ക്യാമ്പയിൻ മനുഷ്യർക്കിടയിൽ, സമൂഹത്തിനിടയിൽ പ്രവാചക സന്ദേശങ്ങളെ ഏറ്റവും ഫലപ്രദമായി ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കഴിയട്ടെ. ISMൻ്റെ ഈ ക്യാമ്പയിൻ വളരെ നല്ല നിലയിൽ വിജയപ്രദമായി മാറട്ടെ എന്നുകൂടി ആശംസിച്ച് സ്നേഹപൂർവ്വം എല്ലാ ആശംസകളും അറിയിച്ച് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുക.